ഹായ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 5 പോസ്റ്റർ മേക്കിംഗ് ആണ്. വാൾ ഹാങ്ങിങ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വാൾ ഡെക്കറേറ്റ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു 5 എണ്ണം ചെയ്യുന്നുണ്ട്. പിങ്ക് തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വേണ്ടത് കുറച്ച് സ്ക്വയർ പീസസിലുള്ള പേപ്പേഴ്സാണ്. ഞാൻ ഇവിടെ അത്യാവശ്യം കട്ടിയുള്ള ഒരു ചാർട്ടിൻ്റെ കട്ടിയുള്ള ഒരു ഡ്രോയിങ് ഷീറ്റില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മാർക്കേഴ്സ് പടരുന്ന പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു പേപ്പറും കൂടെ അടിയിൽ വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് യൂസ് ചെയ്യാം, വാട്ടർ കളർ യൂസ് ചെയ്യാം, പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാം, അക്രിലിക് യൂസ് ചെയ്യാം, ക്രയോൺസ് യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്ത് വേണമെങ്കിലും ഈ ഡ്രോയിങ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. വാട്ടർ കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമുണ്ടായിരുന്നേനെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്കും തീരെ കുറവായിരിക്കും. അപ്പോൾ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ വരയ്ക്കുന്നത് പോലെ തന്നെ വരച്ചാൽ മതി. വളരെ എളുപ്പമുള്ള 5 ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കളേഴ്സും ഒരു ബ്ലാക്ക് പെന്നും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഡ്രോയിങ്സൊക്കെ എളുപ്പം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കാം. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് വളരെ എളുപ്പമുള്ള, കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള പോസ്റ്റേഴ്സാണ്. ഇത് ചുമരിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഫൈനൽ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇപ്പോഴും വീഡിയോ കണ്ട് എൻ്റെ കൂടെ തന്നെ ഒരു പേപ്പറും എടുത്ത് വരയ്ക്കാൻ തുടങ്ങിക്കോളൂ. ഞാൻ ആദ്യം ആ ഒരു ബ്ലാക്ക് പേന എടുത്തതാണ്, ആ CD മാർക്കർ എടുത്തു. പക്ഷെ തെളിഞ്ഞില്ല. പിന്നെയാണ് രണ്ടാമത്തെ ഒരു പേനയും കൂടെ എടുത്തുകൊണ്ട് വന്നത്. തെളിയുമെന്ന് തന്നെ അറിയില്ലായിരുന്നു, കാരണം കുറേ നാളായി എടുത്തിട്ട്. ജേണലൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം സ്ഥിരം യൂസ് ചെയ്യാറ്. പിന്നെ അനിമി ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേനയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രോയിങ് ചെയ്തിട്ട് കുറച്ച് കാലം ആയതുകൊണ്ട് അതൊന്നും തെളിയുമെന്ന് തന്നെ അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ തെളിഞ്ഞു. പിന്നെ നമുക്ക് വരയ്ക്കാൻ അത്യാവശ്യം അറിഞ്ഞാൽ മതി. വളരെ ഭയങ്കര വലിയ ഒരു ഡ്രോയിങ് ഒന്നും അല്ലല്ലോ. ചെറിയ കുത്തി വരെയൊക്കെ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. ആ സൈഡിൽ വച്ചിരിക്കുന്ന മഷ്റൂംസ് നമ്മൾ ബൾബ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇന്നലെ മെനിഞ്ഞാന്നിട്ട വീഡിയോ ആണ്, അപ്പം പെട്ടെന്ന് കാണാൻ പറ്റും. വളരെ ക്യൂട്ടാണ്, നല്ല ക്യൂട്ടാണ്. അതിൽ ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിച്ചതും വൈറ്റ് പെയിൻറ്റ് അടിക്കാത്തതും ഉണ്ട്. എനിക്ക് വൈറ്റ് പെയിൻറ്റ് അടിക്കാത്തതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എന്നാലും രണ്ടും കൊള്ളാം. ഞാൻ എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഡ്രോയിങ് കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. പക്ഷേ ഞാൻ ആദ്യം ചെയ്തപ്പോൾ 3 പൂക്കൾ വരച്ചില്ലായിരുന്നു. 2 പൂക്കൾ. പിന്നീട് ഞാൻ 2 പൂവും കൂടെ വരച്ചിട്ട് ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തു. അത് വളരെ എളുപ്പമാണ് കേട്ടോ. കുറച്ച് ബബിൾസ് വരയ്ക്കുക, പിന്നെ ഒരു പൂ വരയ്ക്കുക. ഇനി നമ്മളൊരു സൂര്യനും ഒക്കെ ഉള്ള ഒരു സൺസെറ്റ് പോലെയാണ്, പക്ഷേ പിങ്ക് തീമിലാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സൂര്യൻ വരയ്ക്കുക, ജസ്റ്റ് ഒരു മഞ്ഞ കളർ എടുക്കുക, ഒരു വട്ടത്തിൽ വരച്ചിട്ട് അത് കളർ ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഡാർക്ക് ടു ലൈറ്റ് അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ വരച്ചപ്പോൾ എന്തോ പോലെ ആയി. നിങ്ങൾ ചെയ്യുമ്പം ആദ്യം ഡാർക്ക് കളർ അടിക്കുക, പിന്നെ അതിൻ്റെ മേലെ ലൈറ്റ് കളർ, പിന്നെ അതിൻ്റെ മേലെ വേറെ ലൈറ്റ് കളർ, അങ്ങനെ 3 കളറായിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെയും കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി യെല്ലോ യൂസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിങ്ക് തീമിലാണെങ്കിൽ നിങ്ങൾക്ക് റെഡ്, പിങ്ക് അല്ലെങ്കിൽ വയലറ്റ്, റെഡ്, പിങ്ക് ആ ഒരു റേഷ്യോയിൽ എടുക്കാം. ഞാനിപ്പോൾ വരച്ചപ്പോൾ ഒരു ലൈറ്റ് കളർ ഇടയിലും പിന്നെ പിങ്ക് പർപ്പിൾ കളറ് സൈഡിലുമായി. അങ്ങനെ അത് വൃത്തികേടായി. പക്ഷേ എന്നാലും ഞാൻ അതിനെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തു. കൊള്ളാമെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം പ്ലീസ്. കാരണം ലൈക്ക് കൊണ്ടാണ് നമ്മളൊക്കെ വളരുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരിക്കും. അത് ബോറാവുന്നെങ്കിൽ പറഞ്ഞേക്കണേ, കമൻറ്റിൽ പറഞ്ഞു തന്നാൽ മതി. ഞാൻ ഇത് നിർത്തിക്കോളാം. അടുത്ത പെയിൻറ്റിങ് ഒരു വയലറ്റ് കളർ, ഫുൾ വയലറ്റ് തീമിലുള്ളൊരു പെയിൻറ്റിങ്ങാണ്. ഇത് നേരത്തെ സൺസെറ്റ് വരച്ച പോലെ പകരം ഒരു ടൂലിപ്പാണ് വരയ്ക്കുന്നത്. ടൂലിപ്പ് ഫ്ലവർ ഇല്ലേ, അതാണ് നമ്മൾ വരയ്ക്കുന്നത്.
ഇത് വരച്ചപ്പോൾ യഥാർത്ഥത്തിൽ 2 ഷെയ്ഡ് കളറായിരുന്നു വേണ്ടത്. പക്ഷേ എനിക്ക് എത്ര നോക്കിയിട്ട് ആ 2 ഷെയ്ഡ് കളർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവസാനം വരച്ചപ്പോൾ എങ്ങനെയോ ഒരു ഷെയ്ഡ് ശരിയായി. ഇപ്പോഴും ശരിയായില്ല. ആ ഒരു കളറ് നിങ്ങൾ ചെയ്യുമ്പോൾ 3 ഷെയ്ഡിൽ ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ പിന്നെ വരച്ച് എങ്ങനെയോ ഒരു ഷെയ്ഡും കൂടെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഓക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ ഇനി റെഡ് കളറാണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ ആദ്യം വരച്ച റെഡ് ആ ഒരു റെഡിൻ്റെ ഷെയ്ഡ് വന്നില്ലായിരുന്നു. ഒരു പിങ്ക് പോലത്തെ ഒരു കളറായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ഡാർക്ക് വൈനിൻ്റെ കളർ എടുത്തപ്പോഴാണ് കറക്റ്റ് റെഡ് കളർ കിട്ടിയത്. പിന്നെ നമ്മൾ ഗ്രീൻ കളറാണ് ലീഫിന് കൊടുക്കുന്നത്. അത് പിന്നെ ഗ്രീൻ ആണല്ലോ. അപ്പോൾ അത്രയും കൂടെ ആയി. ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളല്ലേ ഈ ഡ്രോയിങ്സ് എല്ലാം, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് വെരി സിമ്പിൾ ബട്ട് സോ എലഗൻറ്റ്. അത്രയും ഭംഗിയുള്ളൊരു സ്ട്രോബെറിയാണ് വരയ്ക്കുന്നത്. കണ്ടാലേ മനസ്സിലാവും. ഫസ്റ്റ് ഒരു സ്ട്രോബെറിയുടെ ഷേപ്പ് വരയ്ക്കുക. അതാണ് കുറച്ച് പാടായിട്ടുള്ളത്. ഞാൻ പെൻസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ വരച്ചതാണ്. ആദ്യം ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുക. പിന്നെ ഇലകൾ വരയ്ക്കുക. പച്ച കളർ വെച്ച് ഇലകൾ വരയ്ക്കുക. അതിനുശേഷം വൈറ്റ്നറോ വൈറ്റ് ജെൽ പെന്നോ വെച്ച് ഡോട്ടിൽ ഇട്ട് കൊടുക്കുക. അത്രയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോയിങ് ഫിനിഷായി. നിങ്ങൾക്ക് മഷ്റൂംസ് ആഡ് ചെയ്യാം. മഷ്റൂംസൊക്കെ സോ എസ്തെറ്റിക് ആയിരിക്കും നമ്മുടെ ചുമലിലൊക്കെ. പിന്നെ കുറച്ച് ബണ്ണി, നമ്മുടെ റാബിറ്റ് വരയ്ക്കാം, പെൻഗ്വിൻ വരയ്ക്കാം. ഇതൊക്കെ നമ്മൾ പോസ്റ്റേഴ്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി തമ്പനെയിലിന് വേണ്ടി ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ടാസ്ക്. ഞാൻ പിന്നെ അത് വീഡിയോ കൂടെ തന്നെ എടുത്ത് പോകും. അതാകുമ്പോൾ പിന്നീട് അതിന് വേണ്ടി ഒരു ഫോട്ടോ സെഷൻ വയ്ക്കേണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഞാൻ ചുമലിൽ ഒട്ടിച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോയാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.